ഡിയർ സ്റ്റുഡൻസ്, ഈ യൂണിറ്റിൽ നമ്മുടെ ബേസിക് ഫിറ്റിങ്സിലും ഫിക്സ്ചേഴ്സിലും വരുന്ന ലീക്കേജും അതിൻ്റെ റിപ്പയറിനെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്ലംബിംഗ് സിസ്റ്റത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളത്തിൻ്റെ ലീക്കേജ്. ലീക്കേജ് കാരണം വളരെ വലിയ അളവിൽ വെള്ളം നഷ്ടമാകുന്നു. അതുകൊണ്ട് തന്നെ ലീക്ക് കണ്ടെത്തിയാൽ ഉടൻ തന്നെ റിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില ലീക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, പക്ഷേ അത് നമ്മുടെ വാട്ടർ മീറ്ററിൽ വലിയൊരളവ് വെള്ളം നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വാട്ടർ മീറ്ററിലെ അളവ് റീഡിംഗ് എടുക്കുമ്പോൾ വളരെയധികം വെള്ളം ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്ലംബിംഗ് ലീക്കിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പഴയ പൈപ്പുകൾ ലീക്കേജിനൊരു കാരണമാണ്. തണുത്ത കാലാവസ്ഥ, ചില പ്ലംബിംഗ് ഫിറ്റിങ്സിലും ഫിക്സ്ചേഴ്സിലും ഉണ്ടാകുന്ന വാഷർ കേടാവുകയോ അങ്ങനെയൊക്കെയുള്ള തേയ്മാനം ഉണ്ടാവുകയോ ഒക്കെ ചെയ്ത് അത് നശിച്ചു പോകുമ്പോൾ ലീക്കേജ് സംഭവിക്കാം. അതുപോലെ ഗേസറിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നുമൊക്കെ ലീക്കേജ് ഉണ്ടാകാം. ലീക്കേജുള്ള പോയിൻ്റ് എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? ആദ്യം തന്നെ സാധാരണയായി ലീക്കേജ് വരാൻ സാധ്യതയുള്ള ജോയിൻറ്റുകളെല്ലാം പരിശോധിക്കുക. വീട്ടിനുള്ളിലാണ് ലീക്കേജ് കാണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ്, സിങ്ക്, ടാപ്പ്, ഷവർ ഹെഡ് ഇവയെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ വളരെ ചെറിയ ലീക്കേജ് ആയിരിക്കും സംഭവിക്കുന്നത്, നമുക്കത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ടോയ്ലറ്റിലും കിച്ചൺ ടാപ്പിലുമൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ലീക്ക് കാണപ്പെടുന്നതും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ലീക്കേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിനുള്ളിൽ എന്തെങ്കിലും വുഡൻ പാനലിങ്ങോ ഡ്രോയറോ അല്ലെങ്കിൽ വാൾപേപ്പറോ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നനവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എവിടെയോ ലീക്കേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാനലിലും ഡ്രോയറിലും ഭിത്തിയിലുമൊക്കെ വരുന്ന നനവ് എവിടെയോ നമ്മുടെ വാട്ടർ ലൈനിലുള്ള ലീക്കേജിൻ്റെ ഒരു സൂചനയാണ്. ഇനി ലീക്കേജ് പുറത്തെവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സ്പിഗോട്ട്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അത് നന്നായി ടൈറ്റൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ എവിടെയെങ്കിലും വെള്ളം വീഴുന്ന ചെറിയ തുള്ളിയായിട്ട് വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നെ മണ്ണിനടിയിലാണ് ലീക്കേജ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ മണ്ണിനടിയിലൂടെ പൈപ്പ് പോകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ലീക്കേജ് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? ആ ഭാഗത്ത് നനവുണ്ടാവും. അമിതമായ നനവ് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ലീക്കേജിൻ്റെ ലക്ഷണമായി മനസ്സിലാക്കി നമ്മളത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ധാരാളം വെള്ളം നമുക്ക് അവിടെ നഷ്ടമാവും. പിന്നെ ടോയ്ലറ്റിലോ ടാപ്പിലോ ഒക്കെയുള്ള ലീക്കേജ് ആണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് അതിനകത്തുള്ള വാഷറോ ഓറിങ്ങോ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ആ ലീക്കേജ് പ്രോബ്ലമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അഥവാ നമുക്ക് പൈപ്പ് മാറ്റേണ്ട ഒരു കേസാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലംബേഴ്സ് ടേപ്പ് ചുറ്റിയൊക്കെ നമുക്ക് താൽക്കാലികമായ ഒരു പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഇനി സോഴ്സസ് ഓഫ് ലീക്കേജ്. അതിൽ വാട്ടർ സപ്ലൈ ലൈൻ ലീക്സ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. മണ്ണിനടിയിലൂടെ പോകുന്ന പൈപ്പിലുണ്ടാകുന്ന ലീക്ക്, അതായത് നമ്മുടെ മെയിൻ വാട്ടർ സപ്ലൈ ലൈൻ നമ്മുടെ ഹൗസ് കണക്ഷനിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു വാട്ടർ മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ആ വാട്ടർ മീറ്ററിൽ നിന്ന് നമ്മുടെ ഹൗസ് കണക്ഷനിലേക്ക് വരുന്ന ലൈനിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റത്തില്ല. കുറച്ച് താഴ്ചയിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നനവുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. ഇനി മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ, ഈ മണ്ണിനടിയിലൂടെ പോകുന്ന പൈപ്പ് ഒരു ഘട്ടത്തിൽ ഗ്രൗണ്ട് ലെവലിലേക്ക് ഉയർന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എടുക്കും. നമ്മുടെ ബാത്റൂമിലേക്കൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ കണക്ഷൻ എടുക്കുന്നത് ആ ഗ്രൗണ്ടിലൂടെ വന്ന ലൈൻ നമ്മുടെ ഹൗസ് ഗ്രൗണ്ട് ലെവലിലേക്ക് കൊണ്ടുവന്നാണ് നമ്മൾ ടോയ്ലറ്റിലേക്കൊക്കെ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ആ കണക്ഷൻ വരുന്ന ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാകാം. അതേപോലെ തന്നെ
സീവർ ലൈനുകൾ പോകുന്ന ഭാഗത്ത്, അതൊക്കെ അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന പൈപ്പുകളാണ്. അവിടെയുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ലീക്കുകൾ സംഭവിക്കാം. അപ്പോൾ ലീക്ക് എവിടെയെങ്കിലും സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ, അണ്ടർഗ്രൗണ്ട് പൈപ്പിലോ വാട്ടർ സപ്ലൈ ലൈനിലൊക്കെ ലീക്കേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മണ്ണിൻ്റെ നനവ് കൊണ്ട് മാത്രമാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനി ലീക്ക് ഉണ്ടാകുന്നതിന് മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ പൈപ്പ് കൊറോഷനാണ്. പൈപ്പ് കൊറോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെറ്റൽ പൈപ്പിൻ്റെ തിക്നെസ് കാലപ്പഴക്കം കൊണ്ട് കുറഞ്ഞ് അത് തുരുമ്പെടുത്ത് ദ്രവിച്ച് കഴിയുമ്പോൾ അതുവഴി ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൈപ്പ് കൊറോഷൻ ഒരു പ്രധാന കാരണമാണ് ലീക്കേജിന്. ഈ പൈപ്പ് കൊറോഷനുള്ള റെമഡീസ് എന്തെല്ലാമാണെന്നാണ് ഇനി പറയുന്നത്. അതിൽ ഗാൽവനൈസ്ഡ് പൈപ്പിനും കോപ്പർ പൈപ്പിനും രണ്ട് രീതിയിലാണ്. അല്ലെ, ഗാൽവനൈസ്ഡ് പൈപ്പിലാണ് ലീക്കേജ് കാണുന്നതെന്നുണ്ടെങ്കിൽ, തുരുമ്പെടുത്ത് ദ്രവിച്ച പൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ പൈപ്പിൻ്റെ കൊറോഡ് ചെയ്ത പോർഷൻ കട്ട് ചെയ്ത് അതിന് പകരമായി പൈപ്പ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എന്താണ് ചെയ്യുന്നത്? വെള്ളത്തിൻ്റെ ഫ്ലോ നമ്മൾ നിയന്ത്രിക്കണം. അപ്പോൾ വെള്ളം ക്ലോസ് ചെയ്യണം. ഏറ്റവും അടുത്തുള്ള വാൽവ് ക്ലോസ് ചെയ്ത് പൈപ്പിനകത്തുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ നിർത്തുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് ആ കറക്റ്റ് ഫിറ്റിംഗ് അന്നേരം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ലീക്കിംഗ് പോർഷനെ കട്ട് ചെയ്ത് മാറ്റണം. ആ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ മെറ്റൽ പൈപ്പാണ്, വലിയ പൈപ്പാണെന്നുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ 2 പേർ ഒന്നിച്ച് വർക്ക് ചെയ്ത് വേണം ആ പൈപ്പ് കട്ട് ചെയ്ത് മാറ്റാൻ. ഒരു പ്ലംബർ പൈപ്പിനെ ഒരു റെഞ്ച് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യണം. ആ പൈപ്പ് ടേൺ തിരിയാതിരിക്കാൻ വേണ്ടി ഒരാൾ അതിനെ ബലമായി പിടിക്കുകയും മറ്റേ ഒരു പ്ലംബർ ആ പൈപ്പിൽ ത്രെഡ് ഇടുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഈ കട്ട് ചെയ്ത് മാറ്റിയ സെക്ഷന് പകരം അവിടെ ഒരു കപ്ലിംഗ് ഉപയോഗിച്ച് അത് ജോയിൻ ചെയ്യണം. ആവശ്യത്തിന് ലെങ്ത് ഉള്ളൊരു കപ്ലിങ്ങും ഒരു യൂണിയനും ഉപയോഗിച്ച് ആ കട്ട് ചെയ്ത് മാറ്റിയ സെക്ഷൻ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഗാൽവനൈസ്ഡ് പൈപ്പിൽ ലീക്കേജ് കണ്ടാൽ നമ്മൾ പരിഹരിക്കുന്നത്. ഇനി കോപ്പർ പൈപ്പിലാണെങ്കിൽ, കോപ്പർ പൈപ്പിൽ പെട്ടെന്ന് തന്നെ കൊറോഷൻ ഉണ്ടാവത്തില്ല. എങ്കിലും ആസിഡ് എന്തെങ്കിലുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ കോപ്പർ പൈപ്പിലും കൊറോഷൻ ഉണ്ടാകാം. കോപ്പർ പൈപ്പിൽ കൊറോഷൻ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ ആദ്യമേ നമ്മൾ ആ വാൽവ് ക്ലോസ് ചെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുക. അതിനുശേഷം സോൾഡേർഡ് ജോയിൻറ്റോ കംപ്രഷൻ ജോയിൻറ്റോ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. ഇനി കൊറോഷൻ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്ന 2 മാർഗങ്ങളാണ് ഡൈ ഇലക്ട്രിക് യൂണിയൻസും മഗ്നീഷ്യം റോഡ്സ്. വാൽവുകളിലുണ്ടാകുന്ന ലീക്ക് മിക്കവാറും വാഷർ കേടായതുകൊണ്ടാവാം. പിന്നെ ഫോസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, വെള്ളത്തിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്ന ഒരു ഡിവൈസിനെയാണ് ഫോസറ്റ് എന്ന് പറയുന്നത്. അവിടെയും ലീക്കേജ് ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നുകിൽ കൊറോഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻറ്റേർണൽ പാർട്സ് എന്തെങ്കിലും ഗാസ്കറ്റോ ഓറിങ്ങോ വാഷറോ എന്തെങ്കിലും കേടായതായിരിക്കാം. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പരിഹാര മാർഗം. ഈ ഫോസറ്റ് തന്നെ പലതരത്തിലുണ്ട്. അതിൽ ആദ്യം നമുക്ക് കംപ്രഷൻ ഫോസറ്റ് എന്താണെന്ന് നോക്കാം. കംപ്രഷൻ ഫോസറ്റാണ് നമ്മൾ സാധാരണ നമ്മുടെ ടാപ്പിലൊക്കെ ഉള്ളത്. അവിടെ ഒരു വാൽവ് സീറ്റും ഒരു വാഷറും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ആ ടൈപ്പ് കംപ്രഷൻ ഫോസറ്റിൽ എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ ഈ വാഷറിൻ്റെ കേടുപാട് സംശയിക്കണം. അപ്പം നമുക്ക് ആ വാഷർ പരിശോധിക്കാം. അത് കേടായിട്ടുണ്ടെങ്കിൽ, അത് റഫായിട്ടുണ്ടെങ്കിൽ അത് റീഫേസ് ചെയ്യാം. അതല്ല, അത് കേടായിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ റീപ്ലേസ് ചെയ്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ റീപ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് അതെല്ലാം റീഅസംബിൾ ചെയ്ത് നമുക്ക് വാട്ടർ സപ്ലൈ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നോൺ കംപ്രഷൻ ഫോസറ്റ് റിപ്പയറാണ് ഇനി പറയുന്നത്. അതിൽ ബോൾ ഫോസറ്റ് എന്ന് പറഞ്ഞാൽ മുൻപ് നമ്മൾ പറഞ്ഞിരുന്ന കംപ്രഷൻ ഫോസറ്റിൽ നമുക്കൊരു കംപ്രഷൻ സ്റ്റെമ്മാണ് ഉണ്ടായിരുന്നത്. അതിന് പകരം ഇവിടെ ഒരു മെറ്റൽ ബോളായിരിക്കും ഉള്ളത്.
ഈ ബോൾ ഫോസറ്റ് മറ്റ് വാഷർലെസ് ഫോസറ്റുകളേക്കാൾ അല്പം കൂടി ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഫോസറ്റാണ്. ഈ ബോൾ ഫോസറ്റിൽ ഉണ്ടാകുന്ന ലീക്കേജ് സാധാരണയായി ആ ബോളിന് എന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മുൻപേ പറഞ്ഞതുപോലെ തന്നെ വാട്ടറിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുക, അസംബ്ലി അഴിച്ചെടുക്കുക, ആ ബോൾ റീപ്ലേസ് ചെയ്യുക. അതല്ല റബ്ബർ വാൽവ് സീറ്റാണ് കംപ്ലൈൻ്റ് എങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. തിരിച്ച് വീണ്ടും റീഅസംബിൾ ചെയ്യുക. വാട്ടർ ഫ്ലോ ഓപ്പൺ ചെയ്യുക. ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു ടൈപ്പ് ഫോസറ്റാണ് മെറ്റൽ കാർട്രിഡ്ജ് ഫോസറ്റ്. ഇത് നമ്മുടെ കംപ്രഷൻ വാഷർ ഫോസറ്റ് പോലെ തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടി സ്മൂത്താണ് അതിലെ വാട്ടർ ഫ്ലോ നിയന്ത്രിക്കുന്നതിന്. ഇതിൽ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ എന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ അതിനകത്തുള്ള 2 ഓറിങ്ങിന് തകരാറ് വരുമ്പോഴായിരിക്കും അവിടെ ലീക്കേജ് ഉണ്ടാവുക. ആ ഓറിങ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മിക്കവാറും പരിഹരിക്കപ്പെടും. അപ്പോൾ മെറ്റൽ കാർട്രിഡ്ജ് ഫോസറ്റിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലീക്കേജ് പരിഹരിക്കേണ്ടി വരുമ്പോൾ വാട്ടർ സപ്ലൈ നിയന്ത്രിക്കുക, എല്ലാം അൺസ്ക്രൂ ചെയ്ത് ഓറിങ് മാറ്റുക, അത് റീപ്ലേസ് ചെയ്യുക, വീണ്ടും റീഅസംബിൾ ചെയ്യുക, വാട്ടർ സപ്ലൈ ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ഇത്രയുമാണ് മെറ്റൽ കാർട്രിഡ്ജ് ഫോസറ്റിൽ ലീക്കേജ് ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി സെറാമിക് ഡിസ്ക് കാർട്രിഡ്ജ് ഫോസറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഫോസറ്റ് ഉണ്ട്. അവിടെ നമുക്ക് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മിക്സിംഗ് ചേമ്പർ ഉണ്ടാകും. ഈ ഫോസറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഷൻ വെച്ചിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഈ സെറാമിക് ഡിസ്ക് കാർട്രിഡ്ജ് ഫോസറ്റിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അത് സാധാരണയായി ആ ഡിസ്ക് കൊറോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിരുന്ന എല്ലാ പ്രക്രിയയും ഇവിടെയും ചെയ്യേണ്ടതാണ്. വാട്ടർ ഫ്ലോ നിയന്ത്രിക്കുക, നമ്മുടെ ആ അസംബ്ലി അഴിച്ചെടുക്കുക, കേടായ ഡിസ്ക് ഇളക്കി മാറ്റുക, പുതിയൊരു ഡിസ്ക് കാർട്രിഡ്ജ് അവിടെ റീപ്ലേസ് ചെയ്യുക, റീഅസംബിൾ ചെയ്യുക, വീണ്ടും വാട്ടർ സപ്ലൈ ഓൺ ചെയ്യുക, ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. വാൽവ് ഫോസറ്റിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടാകുമ്പോൾ അത് കേടായ ഓറിങ് കാരണമായിരിക്കും. ആ ഓറിങ് നമ്മൾ ഇളക്കി മാറ്റുകയും റീപ്ലേസ് ചെയ്ത് വീണ്ടും റീഅസംബിൾ ചെയ്ത് ലീക്കേജ് ടെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. മുൻപ് പറഞ്ഞ അതേ രീതിയിലുള്ള പ്രൊസീജിയർ തന്നെയാണ് വാൽവ് ഫോസറ്റിനും നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഷവർ ഹെഡിൽ ലീക്കേജ് വരാം. ഷവർ ഹെഡിൽ സാധാരണയായി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നത് അവിടെ മിനറൽ കട്ടി പിടിച്ച് മിനറൽ ക്ലോഗ് ചെയ്തിട്ട് വാട്ടർ പ്രഷർ കുറയാം. അതേപോലെ തന്നെ റസ്റ്റ്, അതായത് തുരുമ്പെടുക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് വെള്ളത്തിൻ്റെ പ്രഷർ കുറയാം. അതേപോലെ തന്നെ ലീക്കേജും ഉണ്ടാകാം. ഇനി ഷവർ ഹെഡ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ എന്താണെന്നാണ്. ആദ്യം തന്നെ നമ്മൾ മറ്റ് വാൽവിലൊക്കെ ചെയ്തതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഷവറാം ഇളക്കിയെടുക്കുക, ഷവറാം ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞ് ആ ഷവറാം തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഷവർ ഹെഡും ഇൻസ്റ്റാൾ ചെയ്യുക. ഷവറിലേക്കുള്ള വാട്ടർ ഫ്ലോ നിയന്ത്രിക്കുന്ന ഷവർ ഫോസറ്റുകളാണ്. ഷവർ ഫോസറ്റിൻ്റെയും ഫങ്ഷൻ നമ്മുടെ മുമ്പേ പറഞ്ഞ കംപ്രഷൻ ഫോസറ്റിൻ്റെയും നോൺ കംപ്രഷൻ ഫോസറ്റിൻ്റെയും ഒക്കെ പോലെ തന്നെയാണ്. എങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ബാത്ത് ടബിൻ്റെ ഫോസറ്റിലും ഷവർ ഫോസറ്റിലും നമുക്ക് കാണാം. എന്നിരുന്നാൽ കൂടിയും ഇതിൻ്റെ എല്ലാം റിപ്പയറിംഗ് മെത്തേഡ് ഒരേ രീതി തന്നെയാണ്. മുൻപ് നമ്മൾ വാൽവിലും ഫോസറ്റിലും ഒക്കെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഷവർ ഫോസറ്റും റിപ്പയർ ചെയ്യുന്നത്. ലീക്കേജും റിപ്പയറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇനിയും പഠിക്കേണ്ടതായുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്.
ഇതുവരെ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി.